വെൽക്കം ടു അഡാ 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീൻസ് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു സക്സസ്സിലേക്ക് പോകുന്ന ഒരു ബ്ലൂ പ്രിന്റ്. അപ്പം ആദ്യമായിട്ട് ഈ എക്സാം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒത്തിരി പേർക്ക്, പ്രത്യേകിച്ച് PSCയിലൊക്കെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ആദ്യത്തെ ഒരു ഡൗട്ടാണ്, എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലിയുടെ പ്രത്യേകത? കാരണം എല്ലാവരും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ് എല്ലാവർക്കും ഒരു ഡ്രീം ജോബാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പൊ എന്താണ് ഈ ജോലിയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഈ ഒരു ജോലിക്ക് എല്ലാവരും ഇത്രയധികം ക്യൂരിയോസിറ്റിയോടുകൂടി നോട്ടിഫിക്കേഷനൊക്കെ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്കാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ നോട്ടിഫിക്കേഷന്റെ യഥാർത്ഥ പേര് ഓഡിറ്റർ അല്ലെങ്കിൽ അസിസ്റ്റന്റ്, ആ ഒരു പോസ്റ്റ് ആണ് ശരിക്കും. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആക്കിയതാ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സെക്രട്ടേറിയറ്റ്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നമുക്ക് ഈ ഒരു എക്സാം എഴുതിയിട്ടാണ് കയറാൻ സാധിക്കുന്നത്. അതിലേക്ക് മാത്രമല്ല AGS ഓഫീസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നമ്മുടെ ജില്ലകളിലെ ജില്ലാതലത്തിലുള്ള PSC ഓഫീസുകളിലേക്കുള്ള നല്ലൊരു പോസ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നറിയപ്പെടുന്ന ഓഡിറ്റർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് തസ്തികയിലൂടെയാണ് നമ്മൾ ആ ഒരു സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് PSC ഓഫീസിലും അല്ലെങ്കിൽ നമുക്ക് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലാണെങ്കിലും സെക്രട്ടേറിയറ്റിലാണെങ്കിലും ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡ്രീം ആണല്ലേ. അപ്പോൾ അത് സത്യമാക്കാനുള്ള ഒരു ജോബാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് അതിന്റെ സാലറിയും അതുപോലെ തന്നെ അതിന്റെ പ്രൊമോഷൻ സാധ്യതയും എന്ന് പറയുന്നതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഒരു ഓഡിറ്റർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ആയിട്ട് കയറുന്ന ഒരാൾക്ക് ബേസിക് പേ തന്നെ 39,300 രൂപ മുതൽ 83,000 രൂപ വരെയാണ് ഇതിന്റെ ബേസിക് പേ വരുന്നത്. ഇത് കൂടാതെയാണ് HRA DA ഒക്കെ എക്സ്ട്രാ ഉള്ളത്. നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അതായത് നമ്മൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ആയി കയറുന്നു, അത് കഴിഞ്ഞ് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആവുന്നു, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആകുന്നു, പിന്നീട് സെക്ഷൻ ഓഫീസർ ആവുന്നു, സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ് ആകുന്നു, അണ്ടർ സെക്രട്ടറി വരെയൊക്കെ നമുക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലൂടെ നമുക്ക് എത്താൻ സാധിക്കും കേട്ടോ. അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ് ആവുന്നു, ഡെപ്യൂട്ടി സെക്രട്ടറി ആവുന്നു, ജോയിന്റ് സെക്രട്ടറി ആണ്, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി. ഇത്രയും പ്രൊമോഷൻ നമ്മളെ കാത്തിരിക്കുകയാണ്. ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലിയിലൂടെ നമ്മൾ എന്തായിരുന്നു അണ്ടർ സെക്രട്ടറിയും സ്പെഷ്യൽ സെക്രട്ടറി വരെ ആവാനുള്ള സാധ്യതയാണ്. അപ്പോൾ ആദ്യം തന്നെ നേരത്തെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലിയിലേക്ക് കയറുന്ന ആളെന്തായിരുന്നു? സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടൊക്കെ നിങ്ങൾക്ക് റിട്ടയർഡ് ആവും. എന്തായാലും അതിന്റെ സാലറി പേ സ്കെയിൽ ഇപ്പോൾ 1,29,300 ആണ് അതിന്റെ ബേസിക് പേ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ലെവൽ ആകുമ്പോഴേക്കും ഇതിന്റെ ഇരട്ടിയായിരിക്കും ഇതിന്റെ, ഓഫ് കോഴ്സ് ഇൻഫ്ലേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇരട്ടിയായിരിക്കും ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ആയിട്ട് ഇപ്പോൾ ഒരു 30s ഒക്കെ അടുപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അണ്ടർ സെക്രട്ടറി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് റിട്ടയർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും എല്ലാവർക്കും വന്ന് ചേർന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലൂടെ. അതുകൊണ്ടാണ് ഒത്തിരി പേര് ഇതിന് ചത്ത് കിടന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടിയേ പറ്റൂ എന്ന് പഠിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് എങ്ങനെ അതിലേക്ക് എത്താന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഇതിന്റെ സിലബസ് ആണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്, 3 സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്: പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. അപ്പൊ നമ്മൾ പ്രിലിംസ് എന്ന് പറയുമ്പോൾ അതിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ കോമൺ ഡിഗ്രി പ്രിലിംസ് ആണ്. സിലബസ് ചെറിയൊരു സിലബസ് അല്ല, വൈഡ് സിലബസ് ആണ്. കാരണം സത്യമായിട്ട് പറയണല്ലോ, ഒന്നുമില്ല, സിമ്പിൾ ആണ് പഠിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കള്ളായിരിക്കും. കാരണം അങ്ങനെയല്ല, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം. കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത്. PSC പണ്ട് ഭയങ്കര എളുപ്പമായി ചോദിച്ചു, പിന്നെ PSC പറഞ്ഞു ഒബ്ജക്റ്റീവ് വേണ്ട, അനാലിസിസ് മതിയെന്ന്. ഇപ്പൊ PSCക്ക് ഇഷ്ടമുള്ള ചോദിക്കും. അതാണ് പുതിയ പാറ്റേൺ, ഇഷ്ടമുള്ളതുപോലെ ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തതയോടുകൂടി പഠിച്ച് എക്സാം ഹോളിൽ പ്രസന്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഒരു കർത്തവ്യം. അപ്പൊ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട സിലബസ് ആണ്. അത് കഴിഞ്ഞ് ഇതൊക്കെ എവിടെ നിന്നാ ഈ സിലബസ് നമ്മൾ കണ്ടു, ഇതിന്റെ ഈ സിലബസിലുള്ള കാര്യങ്ങൾ എവിടെ നിന്നാ നമുക്ക് കിട്ടുക?
അതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ സിലബസിലെ കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഈ സിലബസിലെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് റിസോഴ്സസ് സെറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്തായിരുന്നു, സിലബസ് ഒക്കെ പഠിച്ചു, പക്ഷെ എന്താ പഠിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് ഏതിലാ ഉള്ളതെന്ന് അറിയില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് SCERT, ഓഫ് കോഴ്സ് NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ SCERT NCERT ഒക്കെ നല്ലപോലെ നിങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ബാക്കിയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി നല്ലത് ഏതെങ്കിലും ക്ലാസ്സുകളിൽ നിന്ന് കേൾക്കുന്നത് തന്നെ ആയിരിക്കും. കാരണം മാത്സ് ഒക്കെ ആകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്രയും സ്റ്റെപ്പ് വേണ്ട അല്ലെ, ഈസി ട്രിക്കിലാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ആൻസർ കിട്ടുന്ന ആ ഒരു ട്രിക്കിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. കാരണം കുട്ടികൾക്ക് കുറെ എക്സാം എഴുതാൻ സമയം ഉണ്ടാവും, പക്ഷെ നമുക്ക് മാത്സ് എന്ന് മാത്രമല്ല മൊത്തത്തിൽ പേപ്പറിൽ ഒരു 20 മാർക്കിന് മാത്സ് ആണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ മാത്സിന് കൊടുത്ത് നല്ല വൃത്തിക്ക് നമ്മൾ പഠിക്കേണ്ടി വരും. ട്രിക്സ് ഉപയോഗിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, മലയാളവും അത് തന്നെ നല്ല രസകരമായിട്ട് നമ്മൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ വൃത്തിയായിട്ട് പഠിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ റിസോഴ്സസ് കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിരിക്കാം, എന്താണെങ്കിലും റിസോഴ്സസ് ഇവിടെ കണ്ടെത്തിയിട്ടാണ് പഠനം തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നാളെ മുതൽ പഠനം തുടങ്ങാന്ന് പറഞ്ഞ് റിസോഴ്സ് അന്വേഷിച്ച് നടക്കാൻ നമുക്ക് പറ്റില്ല. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ മനസ്സിലാക്കേണ്ട എക്സാം പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. എക്സാം പാറ്റേൺ എങ്ങനെയാണ്? PSC ഇടയ്ക്കിടയ്ക്ക് എക്സാം പാറ്റേൺ മാറുന്നുണ്ട്, നമ്മൾ നല്ലപോലെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ എക്സാം പാറ്റേൺ എന്താന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? പോരാ. എന്തായിരുന്നു? കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു റിസോഴ്സസ് കണ്ടെത്തി പഠിച്ചിട്ട് മാത്രം വല്ല കാര്യമുണ്ടോ? ഇല്ല, പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ചത് മറന്നുപോകും, എക്സാമിന് ആവുമ്പോഴേക്കും മറന്നുപോകും. ഇന്ന് ഹിസ്റ്ററി പഠിച്ചു, നാളെ സയൻസ് പഠിക്കും, മറ്റന്നാൾ ഞാൻ പൊളിറ്റി പഠിക്കും, അതിന്റെ മറ്റന്നാൾ എക്കണോമിക്സ് പഠിക്കും, ജിയോഗ്രഫി പഠിക്കും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. പിന്നെ എന്നോട് ഹിസ്റ്ററി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ആരാ, നമ്മുടെ മാർത്താണ്ഡവർമ്മ എവിടെ പോയിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരും. എക്സാം ഹോളിൽ പോയി റിവിഷൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, A ആണോ B ആണോ? അല്ല, C ആയിരിക്കും. കാരണം ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അവസ്ഥ വരരുത്. ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് പഠിക്കണം. നിങ്ങളെ സഹായിക്കാൻ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചാലേ എക്സാം ഹോളിൽ ഓർമ്മ നിൽക്കുള്ളൂ. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? PYQs. എന്തിനാ PYQs ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ എക്സാം പാറ്റേൺ. ഈ എക്സാം പാറ്റേൺ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? PYQയിലൂടെയാണ് മനസ്സിലാവുക അല്ലെ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കണം, എന്നിട്ട് മനസ്സിലാക്കണം എന്താണ് PSC ഡിമാൻഡ് ചെയ്യുന്നത്. കൃത്യമായിട്ട് PSC പറയും, ഞങ്ങൾക്ക് ഇതാണ് ആവശ്യം ഉവേ, നിങ്ങളൊന്ന് പഠിച്ചേക്കുന്നു. അപ്പൊ നമ്മൾ എന്താ, അതിനനുസരിച്ച് പഠിക്കണം. അതിലാണ് നമ്മളുടെ ആ ഒരു PSCയുടെ ഒരു ട്രിക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നതിലാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മാത്രം മതിയോ? PYQ മാത്രം നോക്കിയാൽ മതിയോ? പോരാ. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മോക്ക് ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. സമയബന്ധിതമായിട്ട് നമുക്ക് 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇത്ര സമയത്തിനുള്ളിൽ, ഒരു ക്വസ്റ്റ്യൻ ഇത്ര സമയം നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? ഇപ്പോഴത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഫുൾ ഒരു കഥ. അപ്പൊ വലിയൊരു പേജിൽ എന്താ 2 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴെന്താ PSCക്ക് നമ്മൾ വിചാരിക്കും എന്തിനാ PSC ഇത്രയും കഷ്ടപ്പെടുന്ന, പേജ് ലാഭിച്ചുകൂടെയെന്ന്. അങ്ങനെ ലാഭിക്കണ്ട. PSC ആരാ? നമ്മുടെ ആരും അല്ലല്ലോ അല്ലെ. PSCയില് ക്വസ്റ്റ്യൻ ഇടുന്ന ആരാ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണോ? അല്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അല്ല. നമ്മുടെ റിലേറ്റീവ്സ് ആണോ? അല്ല. പിന്നെ അവരെന്തിനാ നമ്മുടെ ഇത്രയൊക്കെ കൺസിഡറേഷൻ തരേണ്ട കാര്യം? ഒന്നും തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ലതുപോലെ എക്സാം എഴുതി പഠിക്കണം. സമയബന്ധിതമായി. നെഗറ്റീവ് അടിക്കും, ബ്രൈവ് പറയും, അത് കുത്ത് നിനക്കറിയാം. അപ്പൊ നമുക്കൊരു ഡൗട്ട്, അറിയോ? കുത്ത് നെഗറ്റീവ് അടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഒരു ടെംപ്ടേഷൻ ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത്. അപ്പൊ മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് എഴുതുക എന്ന് പറയുന്നത് വളരെ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് വൃത്തിക്ക് നമ്മൾ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോക്ക് ടെസ്റ്റ് വൃത്തിയായിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, നമുക്ക് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ബാച്ച് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സുകളാണ്. ഇപ്പൊ ലൈവ് മാത്രമാണോ? ഇല്ല. നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ലേ? വേണ്ട, റെക്കോർഡ് സെഷൻ ഉണ്ട്, എത്ര തവണ വേണമെങ്കിലും കാണാം. ടെസ്റ്റ് സീരീസ് ഉണ്ടോ? യെസ്, ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസിന് നിങ്ങൾ എവിടെയെങ്കിലും പോകണോ? വേണ്ട, നമ്മൾ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് പഠിച്ചാൽ മതി.
അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിലല്ല 1 രൂപ ചെലവാക്കുവാണെങ്കിൽ മാറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം എന്നല്ല പറയുന്നത്. 1 രൂപ നമ്മൾ ചെലവാക്കുകയാണെങ്കിൽ പോലും വളരെ നന്നായിട്ട് ആലോചിച്ച് ചെലവാക്കണ്ടേ. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട് Y681. ഇതാണ് ഡിസ്കൗണ്ട് കോഡ് Y681. ഈ ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഈ ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്? അതിലും കൺഫ്യൂഷൻ വേണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. അഡ 24/7 എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് വേണോ? ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, സെലക്ട് യുവർ കാറ്റഗറി. ഏതാ? സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു ചോദ്യം, എന്താ? സെലക്ട് യുവർ എക്സാം. അപ്പൊ നമ്മൾ എന്ത് പറയും? കേരള. അത് കഴിഞ്ഞ് എന്താ? ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ നോർമൽ നമുക്കറിയാത്ത ആപ്പുകളോ നമ്മൾ നോർമൽ ഉള്ള ആപ്പിൽ ചെയ്യുന്ന പോലെ നമ്പറൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പേജ് വരും. ഏറ്റവും താഴെ നോക്കിക്കേ, ദേ ഈ സൈഡിലായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനില്ലേ, സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ദേ ഇത്രയും ഓപ്ഷൻ വരും. KPSC നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. KPSC നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ബൈ നൗ മോളത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യുന്നു. താഴെ Y681 എന്താ കോഡ്? Y681 എന്ന കോഡ് നമ്മൾ അപ്ലൈ ചെയ്യും. 2323 രൂപ. 2323 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. കോഡ് മറക്കണ്ട, Y681. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടാ. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.